ഇടുക്കി ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ സമീപ പ്രദേശമായ അരണക്കല്ലിൽ തോട്ടം തൊഴിലാളിയുടെ പശുവിനെയും നായയെയും കടുവ കൊന്നു. നാരായണൻ എന്നയാളുടെ വളർത്തുമൃഗങ്ങളെയാണ് കടുവ കൊന്നത്. കടുവയെ വനം വകുപ്പ് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ദൗത്യം ഇന്ന് നിർണായക ഘട്ടത്തിലേക്ക്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? കടുവയെ ഇന്ന് മയക്കുവെടി വെക്കാനുള്ള സാധ്യതയുണ്ടോ? കടുവയെ സ്പോട്ട് ചെയ്താൽ അപ്പോൾ തന്നെ മയക്കുവെടി വെക്കുമെന്നുള്ളതാണ് ഇന്നലെ വനംവകുപ്പ് വ്യക്തമാക്കിയിരുന്നത്. കോട്ടയം DFO ആയിട്ടുള്ള എൻ രാജേഷ് ഇന്നലെ അത്തരത്തിലാണ് പറഞ്ഞത്. കടുവയെ എവിടെ വെച്ച് കണ്ടാലും ജനവാസ മേഖലയ്ക്ക് സമീപത്ത് എവിടെ വെച്ച് കണ്ടാലും മയക്കുവെടി വെക്കുക എന്നൊരു തീരുമാനത്തിലാണ് എന്തായാലും വനംവകുപ്പുള്ളത്. ഇന്നലെ ഈ ഒരു ഗ്രാമീണ മേഖലയിൽ കൃത്യമായ നിരീക്ഷണം നടത്തിയിരുന്നെങ്കിലും ഇത്തരത്തിൽ ഈ കടുവയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതിനുശേഷമാണ് വിശദമായ പരിശോധന നടത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു വനാതിർത്തി മേഖലയോട് ചേർന്ന കടുവ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഈ സ്ഥിതി മാറുന്ന സാഹചര്യമാണുള്ളത്. കടുവ വീണ്ടും ജനവാസ മേഖലയിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ന് രാവിലെ അരണക്കൽ മേഖലയിലാണ് ഈ ഒരു കടുവയെ കണ്ടത്. പുലർച്ചെയോടെയായിരുന്നു കടുവ ഈ ഒരു അരണക്കൽ മേഖലയിലേക്ക് എത്തുന്നത്. ഈ ലയങ്ങൾക്ക് സമീപത്ത് എത്തുകയും ചെയ്തു. തോട്ടം തൊഴിലാളികളുടെ ഒരു പശുവിനെയും നായയെയും ഈ കടുവ കൊന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അരണക്കലിൽ അരണക്കലിലെ താമസക്കാരനായ നാരായണൻ എന്നയാളുടെ വളർത്തുമൃഗത്തെയാണ് ഇത്തരത്തിൽ ഈ കടുവ കൊന്നിട്ടുള്ളത്. ഈ കടുവ കൊന്നിട്ടുള്ളത് ഈ കടുവ എത്തിയതിന്റെ ദൃശ്യങ്ങളും ഇവിടെ നിന്നുള്ള ആളുകൾ പകർത്തിയിരുന്നു. ആ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ നൽകുന്നുണ്ട്. ഒരു ലയത്തിന് സമീപത്തായി കടുവ എത്തി നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇന്നലെ ഈ ഒരു വിവരം അപ്പോൾ തന്നെ ഈ പ്രദേശവാസികൾ ഈ വനംവകുപ്പിനെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ മുതൽ തന്നെ ഈ മേഖലയിൽ വനംവകുപ്പിന്റെ കൃത്യമായ നിരീക്ഷണമുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു മേഖലയിൽ ഈ കടുവ ഉണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് ഈ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആളുകളെ കാൽനട യാത്രക്കാരായിട്ടുള്ള ആളുകളെ മറ്റു വഴി പറഞ്ഞു വിടുകയാണ്. ഇപ്പോൾ ഈ ഒരു വാഹനങ്ങൾ മാത്രമാണ്, അതായത് ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ മാത്രമാണ് നിലവിലിപ്പോൾ ഈ ഒരു വഴിയിലൂടെ കടത്തിവിടുന്നത്. ഇരുചക്ര വാഹനങ്ങളും കടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അല്പസമയത്തിനകം തന്നെ ഈ റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിനുവേണ്ട ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഒരു ഭാഗം, അതായത് ആ ഒരു വീടുകളിരിക്കുന്ന ലയങ്ങളിരിക്കുന്ന ആ ഒരു ഭാഗത്തോട് ചേർന്നുള്ള ഈ തേയിലക്കാടുകൾക്ക് സമീപത്തായി കടുവ ഉണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്തായാലും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തും. DFO ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തും. അതിനുശേഷം നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. ഇനിയിപ്പോൾ ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ വെറ്റിനറി ഡോക്ടർ ഉൾപ്പെടെയുള്ളവർ ഇനി എത്തേണ്ടതായിട്ടുണ്ട്. അടിയന്തരമായ ആ ഒരു ദൗത്യത്തിലേക്ക് കടക്കാനാണ് എന്തായാലും വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വളരെ വേഗത്തിൽ ഈ ഒരു ഭാഗത്ത് നിരീക്ഷണം ശക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മറ്റ് തോക്കും മറ്റ് ആയുധങ്ങളും എല്ലാം തന്നെ അവരുടെ കയ്യിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു അക്രമം അല്ലെങ്കിൽ കടുവ പെട്ടെന്ന് അവിടേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായാൽ പടക്കം പൊട്ടിക്കാനുള്ള ഒരു സംവിധാനങ്ങളെല്ലാം തന്നെ അവരുടെ കയ്യിലുണ്ട്. ഏകദേശം അവർ ഇപ്പോൾ അതിനുള്ള ഒരു നടപടികളിലേക്ക്, അതായത് ഇത്തരത്തിൽ ഈ ഒരു കടുവ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്തോട് ചേർന്ന് തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ഒരു തോക്കിനുള്ളിലേക്ക് ആ ഒരു പടക്കം പൊട്ടിക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ വെടി ഉതിർക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു സാധനങ്ങൾ ക്രമീകരിക്കുകയാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ അക്രമം ഉണ്ടായാൽ കടുവയെ പേടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണം മാത്രമാണ്. അത് മറ്റ് നടപടികൾ, അതായത് മയക്കുവെടി വെക്കുന്ന അടക്കമുള്ള നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഡോക്ടർ ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ കടുവ ഈ മേഖലയിൽ തന്നെ ഉണ്ട്. അതിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുബിൻ, ഈ കടുവയ്ക്ക് പിൻകാലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇന്നലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളതിനാൽ അധിക ദൂരം സഞ്ചരിക്കാനുള്ള സാധ്യതയില്ലെന്നാണ്. ഈ ഗ്രാമ്പിയിൽ നിന്ന് മരണക്കല്ലിലേക്ക് എത്രത്തോളം ദൂരമുണ്ട്? ഗ്രാമ്പിയിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരെ, അതായത് ഇന്നലെ ആ ഒരു ഡോഗ് എത്തിയ ആ ഒരു പ്രദേശം 2 കിലോമീറ്റർ ദൂരെയാണ് ഈ പ്രദേശമുള്ളത്. ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ ഒറ്റ രാത്രി കൊണ്ട് ഈ കടുവ ഈ അരണക്കല്ലിൽ ഏകദേശം 2 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഈ അരണക്കൽ മേഖലയിൽ വരെ എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ ഗ്രാമ്പി മേഖലയിലെ ആ ഒരു ചതുപ്പ് സ്ഥലത്ത് കടുവ വിശ്രമം എടുത്തിരുന്നു. അതിനുശേഷമാണ് ഒരു ദിവസത്തോളം
ദിവസത്തോളം ഒറ്റ ദിവസം പൂർണ്ണമായും ആ ഒരു ചതുപ്പിൽ തന്നെ കടുവ ചിലവഴിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് കടുവ അവിടെ നിന്ന് നീങ്ങുന്നത്. കൃത്യമായ ഒരു നിരീക്ഷണം വനംവകുപ്പ് അവിടെ നടത്തിയിരുന്നു. ഒരു കടുവയെ ലൊക്കേറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രി, അതായത് 16-ാം തീയതി പുലർച്ചെ ഉണ്ടായ ഒരു നിരീക്ഷണത്തിലെ പാളിച്ചകളാണ് ഈ കടുവ അവിടെ നിന്ന് നീങ്ങാനുണ്ടായ അല്ലെങ്കിൽ മാറാനുണ്ടായ സാഹചര്യം ഉണ്ടായത്. അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായി നിരീക്ഷിക്കാനോ കണ്ടെത്താനോ കഴിഞ്ഞിരുന്നില്ല. അതോടുകൂടി ഈ കടുവ എവിടേക്ക് പോയി എന്നുള്ളൊരു ചോദ്യം ഉയരുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഈ ഒരു നിരീക്ഷണം ഒക്കെ നടത്തുകയും ചെയ്തത്. ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണത്തിൽ നിന്ന് തന്നെ ഇന്നലെ കടുവയെ കണ്ടെത്താൻ കഴിയാതെ വന്നതുകൊണ്ട് സ്നിഫർ ഡോഗിനെ എത്തിച്ചുകൊണ്ടുള്ള ആ ഒരു പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് കടുവ ഈ ഒരു അരണക്കൽ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നത്. പിക് മാർക്കുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ കടുവ ഈ ഒരു വനാതിർത്തി മേഖലയിൽ വരെ എത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഈ ഒരു പുലർച്ചയോടുകൂടി അവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ പറഞ്ഞിരുന്നത് വനത്തിനുള്ളിലേക്ക് കടന്നു പോയേക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നിരുന്നാലും ഈ കടുവ തിരികെ എത്തും എന്നുള്ള ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് കൃത്യമായ നിരീക്ഷണം നടത്തുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ വീണ്ടും ഈ കടുവ ജനവാസ മേഖലയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഏകദേശം 2 കിലോമീറ്റർ, അതായത് ഗ്രാമ്പി മേഖലയിൽ നിന്ന് നമ്മൾ കണ്ടിരുന്ന ഒരു പ്രദേശത്ത് നിന്ന് 2 കിലോമീറ്ററോളം മാറിയാണ് ഈ അരണക്കൽ പ്രദേശമുള്ളത്. അരണക്കൽ പ്രദേശത്താണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു കടുവയുള്ളത്. പൂർണ്ണമായും തേയിലക്കാടുകൾ നിറഞ്ഞ പ്രദേശമാണ്, ജനവാസ മേഖലയാണ്, നിരവധി തോട്ടം തൊഴിലാളികൾ ഉള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ആശങ്ക ഈ മേഖലയിൽ എന്തായാലും ഉടലെടുത്തിട്ടുണ്ട്. രാവിലെ തൊഴിലാളികൾ ഉൾപ്പെടെ ഈ ജോലിക്ക് പോകാനായി എത്തുന്നുണ്ട്. അവരെല്ലാം തന്നെ നിലവിൽ ഇപ്പോൾ മറ്റു വഴികളിലൂടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വിടുകയാണ്. അടിയന്തരമായ ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഒരു ആക്ഷനിലേക്ക് വനംവകുപ്പ് കടക്കേണ്ടതായുണ്ടോ, അതിനുവേണ്ട ഉദ്യോഗസ്ഥർ അടിയന്തരമായി എത്തേണ്ടതുണ്ട്. തുറസായ ഒരു സ്ഥലത്താണ് കടുവ ഉള്ളത്, അതായത് ഈ തേയിലക്കാടുകൾക്ക് നടുവിലായിട്ടാണ് കടുവ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അടിയന്തരമായ ഒരു നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കണം. അതിനുവേണ്ട ക്രമീകരണങ്ങളാണ് അല്ലെങ്കിൽ അതിനുവേണ്ട സജ്ജീകരണങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ വനംവകുപ്പ് ചെയ്തിട്ടുള്ളത്. സുബിൻ, ഇന്നലെ ഗ്രാമ്പിയിൽ തന്നെയായിരിക്കും കടുവയുണ്ടാകുക അല്ലെങ്കിൽ കാട്ടിലേക്ക് കയറിയിട്ടുണ്ടാകുമെന്ന നിഗമനത്തിലായിരുന്നു വനംവകുപ്പ്. അതോടനുബന്ധിച്ച് ഗ്രാമ്പിയിലെ ജനങ്ങൾക്ക്, അതായത് തൊഴിലിന് പോകുന്ന തൊഴിലാളികൾക്കുൾപ്പെടെയുള്ള സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ 2 കിലോമീറ്റർ മാറി അരണക്കല്ലിലാണ് കടുവയെ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെയുള്ള ജനങ്ങൾക്കും അതുപോലെ തന്നെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടോ? തൊഴിലാളികൾക്ക്, ജോലിക്ക് പോകുന്ന തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കിയിട്ടുണ്ടോ? നിലവിലിപ്പോൾ ഈ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചില്ലെങ്കിൽ കടുവയെ നേരിട്ട് കണ്ടു എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായ നിരീക്ഷണവും സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായ വിവരങ്ങൾ ഈ തോട്ടത്തിലെ ആളുകൾക്ക് കൈമാറിയിട്ടുണ്ട്. ഈ ഒരു കടുവ ഏതെങ്കിലും തരത്തിൽ എത്താനുള്ള സാധ്യതയുണ്ടാകൊണ്ട് തൊഴിലാളികൾ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മേഖലയിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ റോഡിന്റെ, അതായത് ഈ റോഡ് പ്രധാനമായും ഈ വണ്ടിപ്പെരിയാറ്റിൽ നിന്ന് സത്രത്തിലേക്കുള്ള പോകുന്ന റോഡാണ്. നിരന്തരം വാഹനങ്ങൾ എത്തുന്ന ഒരു റോഡാണ്. അതുകൊണ്ട് തന്നെ ഈ റോഡിൽ കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി നിലവിൽ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. പ്രധാനമായും കൃത്യമായ ഒരു നിരീക്ഷണം അത് തന്നെയാണ് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും ഈ കടുവ റോഡിലേക്ക് ഇറങ്ങുകയോ അല്ലെങ്കിൽ ഈ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്യരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നിലവിൽ ഇപ്പോൾ ആ ഒരു നിരീക്ഷണം റോഡിന്റെ ഇരുവശങ്ങളിലുമായുള്ള ആ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ അവർ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ ഈ ഇതിനോട് ചേർന്ന് തന്നെ മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമുണ്ട്. അവർ കടുവയുടെ നീക്കങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ എവിടേക്കാണ് നീങ്ങുന്നത് നടക്കുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. നിലവിലിപ്പോൾ ഈ പ്രദേശത്ത് മൂടൽമഞ്ഞ് ഉണ്ട്. മൂടൽമഞ്ഞ് മാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റ് നടപടികളിലേക്ക് കടക്കും. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകളും ഏതായാലും ഇതോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.